കനത്ത ചൂടിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ വയക്കരക്കാരുടെ ഏറുമാടം റെഡിയായി. വർഷങ്ങളായി തരിശിട്ടിരിക്കുന്ന വയക്കര വയലിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് 20 അടി ഉയരത്തിൽ ഏറുമാടം കെട്ടിയുണ്ടാക്കിയത്. ഹെക്ടറുകളോളം വരുന്ന വയക്കര വയലിലൂടെ വീശുന്ന കാറ്റേറ്റ് ഏറുമാടത്തിലിരുന്നാൽ ചൂടിൻ്റെ കാഠിന്യത്തിൽ നിന്നും തെല്ലൊരാശ്വാസം കിട്ടുമെന്നതിനാൽ നിരവധി പേരാണ് മധ്യാഹ്നം മുതൽ ഏറുമാടത്തിൽ സമയം ചിലവിടാനെത്തുന്നത്. ജോലി തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വൈകിട്ട് കുറച്ചു സമയം ഒരുമിച്ചിരിക്കാനാണ് വയക്കര വയലിനു ചുറ്റും താമസിക്കുന്ന ഗൃഹനാഥന്മാരുടെ നേതൃത്വത്തിൽ ഒരു ഏറുമാടം കെട്ടിയുണ്ടാക്കിയത്. തെങ്ങിൻ്റെ തായ്തടി മുറിച്ച് തൂണുകളാക്കി അതിൻ്റെ മുകളിലാണ് ഏറുമാടം നിർമ്മിച്ചത്. 10 ചതുരശ്ര അടിയോളം വിസ്തൃതിയുള്ള ഏറുമാടത്തിൽ 6 പേർക്ക് സുഖമായി ഇരുന്ന് വയലിലൂടെ വീശുന്ന കാറ്റിൻ്റെ കുളിർമ ആസ്വദിക്കാനാകും. ഏറുമാടത്തിലേക്ക് കയറാൻ ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച ഏണിയാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സ്ത്രീകളും ഏറുമാടത്തിൽ വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതോടെ കവുങ്ങിൻ്റെ തടിയിൽ പലകകളടിച്ച് റാമ്പും അതിന് കൈവരിയും ഉണ്ടാക്കി. ഇതിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും ഏറുമാടത്തിലേക്ക് കയറുന്നത്. തിരക്കേറിയതോടെ കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ രാവിലെ മുതൽ സമയം കണ്ടെത്തി ഏറുമാടത്തിൽ വന്നിരിക്കും. വൈകുന്നേരങ്ങളിൽ സ്ത്രീകളും സന്ധ്യയാകുന്നതോടെ സമീപ വീടുകളിലെ ഗൃഹനാഥന്മാരും ഇവിടെ വന്നിരുന്ന് വേനൽ ചൂടിൽ നിന്നും ആശ്വാസം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഏറുമാടത്തെക്കുറിച്ചറിഞ്ഞ് വയക്കരയുടെ സമീപ പ്രദേശങ്ങളിലുള്ളവരും ഇത് കാണാനും കുറച്ചു സമയം ഇതിലിരിക്കാനും എത്തുന്നുണ്ട്. ഓരോ വർഷവും വേനൽ ചൂട് വർദ്ധിക്കുന്നതിനാൽ അടുത്ത വർഷം കൂടുതൽ ഏറുമാടങ്ങൾ നിർമ്മിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ ഏറുമാടം നിർമ്മിച്ച് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. വേനൽ ചൂടിൻ്റെ ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട്, വയലിൽ നടക്കായതുകൊണ്ട് ചുറ്റും വെള്ളമൊക്കെ ഇല്ലോണ്ട് നല്ല ഈ ചൂടിനെ ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഏറുമാടം കിട്ടുന്നത് നമുക്ക് മനസ്സിൽ തോന്നി. അങ്ങനെ നമ്മളും കുട്ടികളും കുറച്ച് എല്ലാവരും കൂടെ സഹകരിച്ച് നമ്മളിങ്ങനെ ഒരു ഏറുമാടം കെട്ടിയപ്പോൾ അത് നല്ലൊരു വിജയം തന്നെയാണ്. പുറത്തൊക്കെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, നല്ല ഇതാണ്. അടുത്ത വർഷങ്ങൾ ഒരു 2-3 ഇതേപോലെ കെട്ടിയിട്ട് എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ ഇരിക്കാനും ഒരു വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം നിങ്ങൾ ഇതേപോലെ ആക്കി കൊടുക്കണം എന്നൊക്കെ പ്രസിഡൻ്റൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് കുറച്ച് മെനക്കേടുണ്ട്, പക്ഷെ എന്നാലും എടുത്ത പണിക്ക് നല്ലൊരു നല്ല അഭിപ്രായം, എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞത്. നല്ലൊരു രസമുണ്ട്, വൈകുന്നേരമൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ രാവിലെയും കോടയുണ്ടാവും, മഞ്ഞുണ്ടാവും. ആ മഞ്ഞിൻ്റെ സമയത്തൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ. പുറത്തൊക്കെ ഫോട്ടോ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് വയനാട്ടിലെ സംഭവം പോലെ ഉണ്ട്. ഭയങ്കര വയനാട്ടിലെന്നൊന്നും ആർക്കും തോന്നില്ല. നല്ലൊരു ഇതാണ്, നല്ലൊരു വിജയം തന്നെയാണ്. എടുത്തതിൽ നമ്മൾക്കൊരു മോശമായിട്ടുള്ള അഭിപ്രായം പറ്റും. എല്ലാവരും നല്ലൊരു അഭിപ്രായം സമ്മതിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.